രാജ്യത്ത് പൗരത്വ ഭേദഗതി ബില്ല് നടപ്പിലാക്കുക വഴി ഈ രാജ്യത്തെ മുസ്ലിം സമൂഹത്തെ അപരവൽക്കരിച്ചുകൊണ്ട് തീവ്രവാദത്തിന് ഭീകരവാദത്തിന് ചാപ്പകുത്തി ഇസ്ലാം വിരോധം മൂലധനമിറക്കി ഈ രാജ്യത്തിന് അധികാര ഭരണത്തിലേക്ക് കടന്നുവന്ന സംഘപരിവാർ ശക്തികൾ അവർ ഈ രാജ്യത്തെ മുസ്ലിം സമൂഹത്തെ അപരവൽക്കരിച്ച് മുസ്ലിം സമൂഹത്തെ മറ്റൊരിടത്തിൽ ഭീകരത ചാപ്പകുത്തി അതിന്റെ മറവിലും ചെലവിലും അധികാരവും ഭരണവും നേടിയ പശ്ചാത്തലത്തിലാണ് പ്രിയമുള്ളവരെ പൗരത്വ ഭേദഗതി നിയമം ഈ രാജ്യത്തെ സംഘപരിവാർ നടപ്പിലാക്കിയത്. വീണ്ടും സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈകളിലുള്ള മൂലധനം എന്ന് പറയുന്നത് മുസ്ലിം വിരോധമാണ്, ഇസ്ലാമോഫോബിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അത് വെച്ചുകൊണ്ട് അത് മൂലധനം ഇറക്കിക്കൊണ്ടാണ് ഈ രാജ്യത്തിന്റെ അധികാരവും ഭരണവും എല്ലാം തന്നെ അവർ കൈയാളിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ കൈകളിൽ വർഗീയതയുടെ മുഴുവൻ തേങ്ങകളല്ലാതെ വർഗീയതയല്ലാതെ മറ്റൊരു അജണ്ടയും അവരുടെ കൈകളിൽ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 10 വർഷത്തോളമായി ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയും അമിത്ഷയും ഒക്കെ എങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ അധികാരത്തലങ്ങളിലേക്ക് അവരെത്തിപ്പെട്ടത് എന്ന് ഒരുപക്ഷെ പുതിയ തലമുറ പോലും വീണ്ടും മനസ്സിലാക്കി. ഒരുപക്ഷെ 10-20 വർഷം മുമ്പ് ഈ രാജ്യത്ത് നടന്ന ഒരു വലിയ വർഗീയ കലാപം ഗുജറാത്ത് എന്ന് പറയുന്ന മണ്ണില് ഈ രാജ്യത്തെ 10,000-ഓളം മുസ്ലിങ്ങളുടെ രക്തത്തിൽ മുക്കിയ ആ ചോരയിൽ മുക്കിയ കബന്ധങ്ങൾ ഒഴുക്കി അങ്ങനെ വർഗീയ കലാപങ്ങളിലൂടെ മനുഷ്യരെ കൊന്നു തിന്ന് ആ രക്തത്തിൽ വളർന്നു വന്ന അധികാരത്തിന്റെ സിംഹാസന കോട്ടയാണ് മിസ്റ്റർ മോഡിയുടെയും അമിത്ഷയുടെയും എമ്പുരാൻ സിനിമയിലൂടെ പുതിയ തലമുറ പോലും ഈ രാജ്യത്തെ മറക്കുവാൻ ശ്രമിച്ച, ബോധപൂർവം വിസ്മൃതിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ച ഗുജറാത്തിന്റെ ക്രൂര കലാപത്തിന്റെ ചിത്രം പുതുതലമുറ പോലും കാണുകയുണ്ടായി. ഞാൻ പറയുന്നത് ഇങ്ങനെ വർഗീയതയുടെ ഒരു മുഴുവൻ തേങ്ങകൾ ഈ രാജ്യത്തെ ജനതയ്ക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അധികാരത്തിലേറിയ സംഘപരിവാർ നിരന്തരമായി കഴിഞ്ഞ 2-3 വർഷമായി കഴിഞ്ഞ 3 ടേമുകളായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ ഗവൺമെന്റിന്റെ മുമ്പിൽ വർഗീയത എന്നതല്ലാതെ ഈ രാജ്യത്തെ ജനതയുടെ വികസനത്തിന് ആവശ്യമായ, ഈ രാജ്യത്തിന് പുരോഗതിക്ക് ആവശ്യമായ ഒരു അജണ്ടയും ഒരു പദ്ധതിയും അവരുടെ കൈകളില്ല. അവരുടെ കൈകളിലുള്ള വർഗീയ അജണ്ടകൾ എല്ലാം മുസ്ലിം വിരോധത്തിന്റെ മൂലധനമാക്കി ഇസ്ലാമോഫോബിയെ പകർത്തിക്കൊണ്ട് അധികാരം ഭരിക്കാൻ മുന്നോട്ട് പോകാം എന്നതാണ് അവരുടെ അജണ്ട എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അവർ അധികാരത്തിലേറിയ അന്ന് മുതൽ ഇതുപോലെ ഓരോരോ അജണ്ടകൾ അവർ പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പൗരത്വ ഭേദഗതി ബില്ല് പാസാക്കിയിരുന്നു. എന്താണ് പൗരത്വ ഭേദഗതി ബില്ല് എന്ന് പറയുന്നത്? ഈ രാജ്യത്ത് മുസ്ലിം സമുദായത്തിന് പൗരത്വം കൊടുക്കേണ്ടതില്ല. പാകിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ നേപ്പാളിൽ നിന്നോ മ്യാൻമറിൽ നിന്നോ മറ്റേ നമ്മുടെ രാജ്യത്തിന്റെ പരിസരങ്ങളിലുള്ള അയൽ രാജ്യങ്ങളിൽ നിന്നും ഈ രാജ്യത്തേക്ക് കടന്നു വരുന്ന ആളുകളിൽ എല്ലാവർക്കും പൗരത്വം നൽകും. പക്ഷെ മുസ്ലിങ്ങൾക്ക് നൽകിയില്ല. അഥവാ മുസ്ലിങ്ങൾക്ക് പൗരത്വമില്ല. മുസ്ലിങ്ങൾക്ക് വ്യക്തി നിയമങ്ങൾ അനുവദിക്കുകയില്ല. മുസ്ലിങ്ങളുടെ പള്ളികളും മദ്രസകളും അതുപോലെ തന്നെ അവരെ വ്യക്തിത്വവും അസ്തിത്വവും അധികാരവും അവകാശവും എല്ലാം ഈ രാജ്യത്തെ റദ്ദു ചെയ്യും. ആ രീതിയിൽ മുസ്ലിം വിരോധം മൂലധനമാക്കി മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ അജണ്ടയാണ് സംഘപരിവാർ ഗവൺമെന്റിനുള്ളത്. നമ്മുടെ രാജ്യത്തെ മുത്തലാഖ് എന്ന പേരിൽ ഒരു നിയമം ഈ രാജ്യത്ത് ചുട്ടെടുക്കുകയുണ്ടായി. അങ്ങനെ നമ്മുടെ രാജ്യത്തിലെ പാർലമെന്റിൽ ദോശ ചുട്ടെടുക്കുന്നത് പോലെ, അപ്പം ചുട്ടെടുക്കുന്നത് പോലെ മുസ്ലിം വിരുദ്ധ വർഗീയ അജണ്ടകൾ ചുട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. മുത്തലാഖ് എന്ന് പറയുന്നത്, സാധാരണ വിവാഹം എന്ന് പറയുന്നത്, വിവാഹമോചനം എന്ന് പറയുന്നത് ഒരു സിവിൽ കേസ് മാത്രമാണ്. പക്ഷേ മുസ്ലിം സമുദായത്തിനിടയിൽ വിവാഹമോചനം നടന്നാൽ അത് ക്രിമിനൽ കേസായി മാറുകയാണ്. വിവാഹമോചനം ചെയ്ത ഭർത്താവിനെ ഏതൊരുത്തത്തിൽ ക്രിമിനൽ കുറ്റവാളിയായിട്ട് ജയിലിൽ അടയ്ക്കുവാനുള്ള അഥവാ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങൾക്കുള്ള നിയമം അത് വേറൊരു നിയമം. മുസ്ലിങ്ങൾക്ക് നിയമം ബാധകമല്ല. മുസ്ലിങ്ങൾക്ക് വേറൊരു നിയമമാണ്. മുസ്ലിങ്ങൾക്ക് പൗരത്വമില്ല. മുസ്ലിങ്ങളുടെ നിയമങ്ങൾ സിവിൽ നിയമങ്ങൾ ക്രിമിനൽ നിയമങ്ങളാക്കി മാറ്റുകയാണ്. നിങ്ങൾക്കറിയുമോ, നമ്മുടെ രാജ്യത്ത് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ നിയമം IPC അല്ല, ഇന്ത്യൻ പീനൽ കോഡല്ല, അതല്ലെങ്കിൽ രാജ്യത്തിന്റെ നിയമ സംവിധാനം, ഭരണഘടനാ സംവിധാനം അത് മുസ്ലിങ്ങൾക്ക് ബാധകമല്ല. ബുൾഡോസർ എന്ന് പറയുന്ന ഒരു പുതിയ ഭരണരീതി, ഒരു പുതിയ നിയമവ്യവസ്ഥ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. നരേന്ദ്രമോദിയും പിന്നീട് സാക്ഷാൽ യോഗിയും അതുപോലെ മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലുമൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാറിന്റെ ഭരണാധികാരികൾ, RSSന്റെ ഭരണകൂടങ്ങൾ ഉപയോഗിക്കുന്ന ബുൾഡോസർ ഉണ്ടല്ലോ, അവർ ഏതെങ്കിലും അർത്ഥത്തിൽ നിയമമുണ്ടായാൽ, നിയമലംഘനമുണ്ടായാൽ, ഒരു സമരം ചെയ്താൽ ഉടൻ തന്നെ അവരുടെ വീടുകളിലേക്ക് ബുൾഡോസർ വരികയാണ്. അഥവാ ഈ രാജ്യത്തെ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ വരുമ്പോൾ അത് ബുൾഡോസർ സ്വീകരിക്കുകയാണ്. സുപ്രീം കോടതി എതിർത്തു, അല്ലെങ്കിൽ ഇവിടുത്തെ നിയമ സംവിധാനം എതിർത്തു. അതൊന്നും വിലവെക്കാതെ വകവെക്കാതെ മുസ്ലിം ഭവനങ്ങളിലേക്ക്, മുസ്ലിം
പള്ളികളിലേക്ക് ബിൽഡോസറുകളുമായിട്ട് RSSന്റെ രഥയാത്രകൾ ഉരുണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ. ഇപ്പോൾ ഏറ്റവും അവസാനം വഖഫ് അമെൻമെന്റ് ബിൽ എന്ന് പറയുന്നത് എന്താണ്? വഖഫ് അമെൻമെന്റ് ബില്ല് എന്ന് നിങ്ങൾക്കറിയുമോ പ്രിയമുള്ളവരെ? അത് ഈ രാജ്യത്ത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും വഖഫ് എന്ന് പറഞ്ഞ പദത്തിന് അർത്ഥം പോലും ഇവിടെ സംഘടിത പ്രവൃത്തികൾ, ഇവിടെ പ്രസംഗികൾ പ്രചരിപ്പിക്കുന്നത് പോലെ ഏതോ അർത്ഥത്തിൽ പൊതുഭൂമി, സർക്കാർ ഭൂമി, അവിടേക്ക് വഖഫിന്റെ ആളുകൾ കടന്നു വന്ന് അവർ തൃക്കണ്ണ് തുറന്നാൽ പിന്നെ ഒന്നു കണ്ടു കീഴടക്കി എന്ന് പണ്ട് സീസറിനെ പറ്റി പറയുന്നത് പോലെ ഏത് ഭൂമിയും എത്തിപ്പിടിക്കാനും കയ്യേറുന്ന ഒരേ തരത്തിൽ ഡ്രക്കോണിയൻ ലോ ആണ് വഖഫ് എന്നാണ് സുരേഷ് ഗോപിയെ പോലുള്ള രാഷ്ട്രീയ മണ്ടന്മാര് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വഖഫ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് എന്ന് ഒരുപക്ഷെ നിങ്ങൾ അറിയണം. അഥവാ മുസ്ലിം സമൂഹം അവരെന്നും മനുഷ്യരെ സഹായിക്കുന്നവരാണ്, മനുഷ്യരെ സ്നേഹിക്കുന്നവരാണ്, അവർ ദാനം കൊടുക്കുന്നവരാണ്. പ്രിയമുള്ളവരെ, ഇപ്പോൾ മലബാറിനെ കുറിച്ച് മലപ്പുറം ജില്ലയെപ്പോലുള്ള വെള്ളാപ്പള്ളിയെപ്പോലുള്ള കള്ളാപ്പള്ളിമാർ, വെള്ളാപ്പള്ളിയെപ്പോലുള്ള നണയംപിള്ളമാർ, വർഗീയതയുടെ കുടായിറന്മാരായ സാക്ഷാൽ PC ജോർജിനെ പോലുള്ള ആളുകൾ, വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകൾ, വിശകലയെ പോലുള്ള ശശികലമാര്, ഇങ്ങനെയുള്ള വർഗീയതയുടെ ഏടാകൂടങ്ങൾ, വർഗീയതയുടെ സെപ്റ്റിക് ടാങ്കുകൾ ഈ രാജ്യത്ത് പ്രചരിപ്പിക്കുന്ന മുസ്ലിം വിരുദ്ധ ചിത്രങ്ങൾ, അതിൽ പറയുന്നത് പോലെ മുസ്ലിങ്ങൾ തീവ്രവാദികളും ഭീകരവാദികളും അവർ രാജ്യത്തിന്റെ ഭൂമി കയ്യേറുന്നവരാണെന്നൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വഖഫ് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ഈ രാജ്യത്ത് മുസ്ലിം അവരുടെ സമ്പത്ത് ഈ സമൂഹത്തിൽ പള്ളികൾ നിർമ്മിക്കുവാൻ, മദ്രസകൾക്ക് വേണ്ടിയിട്ട്, അതുപോലെ ആതുരാലയങ്ങൾക്ക് വേണ്ടിയിട്ട്, പെയിൻ ആൻഡ് പാലിയേറ്റീവ് പോലുള്ള സംവിധാനങ്ങൾക്ക്, അതേപോലെ പക്ഷികൾക്കും പറവകൾക്കും മൃഗങ്ങൾക്ക് വരും മേയാനുള്ള പുൽമേടുകൾ വരെയും, പ്രിയമുള്ളവരെ പക്ഷികൾക്ക് കുടിക്കാനുള്ള സ്ഥലങ്ങൾ വരെയും, മുസാഫിർ ഖാന പോലെ യാത്രക്കാർക്ക് താമസിക്കാനുള്ള ഇടങ്ങൾ വരെ, ഇങ്ങനെ തുടങ്ങിയ ഈ സമൂഹത്തിലും ഇവിടുത്തെ ദരിദ്രർക്കും ഇവിടുത്തെ പൊതുസമൂഹത്തിലും പഠിക്കുന്ന ഹംദർദ് യൂണിവേഴ്സിറ്റി ഒരു വഖഫ് പ്രോപ്പർട്ടിയാണ് പ്രിയമുള്ളവരെ. അലിഗഡിനെ പോലുള്ള ജാമിയ മില്ലിയെ പോലുള്ള ഒരുപാട് വിദ്യാലയങ്ങൾ, കോഴിക്കോട് ഫറൂഖ് കോളേജ് പോലും നിങ്ങൾക്കറിയാമല്ലോ. ഫറൂഖ് കോളേജിൽ പഠിക്കുന്നത് ഈ രാജ്യത്തെ പൊതുസമൂഹമാണ്. അഥവാ വിദ്യാഭ്യാസ മേഖലകൾക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെയുള്ള അവരുടെ പള്ളികൾക്കും അവരുടെ ഖബർസ്ഥാനുകൾക്കും അതുപോലെ പൊതു കുളിസ്ഥലങ്ങൾക്കും അതുപോലെ പൊതു കളിസ്ഥലങ്ങളുമായിട്ടൊക്കെ ഒരുപാട് വഖഫ് ഭൂമി ഈ രാജ്യത്തുണ്ട്. അഥവാ മനുഷ്യർക്ക് ഉപകാരപ്പെട്ട് സമൂഹത്തിന് ഉപകാരപ്പെടുന്ന വിധത്തിൽ സ്വന്തം സമ്പത്ത് ചെലവഴിക്കുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത്. അത്തരൊരു വഖഫ് സംവിധാനങ്ങളിലൂടെ ഈ രാജ്യത്ത് ഒരുപാട് സ്വത്തുവകകൾ മുസ്ലിം സമുദായത്തിന് പൂർവികർ ഈ രാജ്യത്ത് നൽകി പോന്നിട്ടുണ്ട്. ഇന്ത്യ രാജ്യം പോലും നിങ്ങൾ അടയാളപ്പെടുത്തുന്നത് എവിടെയാണ്? ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് അത് ലോകത്തിന് മുമ്പിൽ അതിന്റെ അഭിമാനം എന്ന് പറയുന്നത് താജ്മഹലാണ്, ചെങ്കോട്ടയാണ്, അതുപോലെ കുത്തുബ് മീനാറാണ്, ഫത്തേപൂർ സിക്രിയാണ്, ഓൾഡ് സിറ്റിയാണ്. അലഹാബാദിന്റെയും ഹൈദരാബാദിന്റെയും മുറാദാബാദിന്റെയും ഒക്കെ ഒരുപാട് മുസ്ലിം വാസ്തുശില്പകലകൾ ഈ രാജ്യത്ത് എവിടെ ചെന്നാലും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. ഹൈദരാബാദിലെ ചാർമിനാറാണെങ്കിലും ഗോൽക്കൊണ്ട കൊട്ടാരമാണെങ്കിലും അതുപോലെ ഈ രാജ്യത്തിലെ ചരിത്ര പാരമ്പര്യങ്ങളിലെല്ലാം തന്നെ വഖഫിന്റേതായ ഒരുപാട് ചിഹ്നങ്ങളും ചിത്രങ്ങളും ഈ രാജ്യത്തെ അഭിമാന സ്തംഭങ്ങളാണ്. ചെങ്കോട്ട എന്താണ് പ്രിയമുള്ളവരെ? അത് കുത്തുബ് മീനാർ എന്താണ് പ്രിയമുള്ളവരെ? അതുപോലെ താജ്മഹൽ എന്താണ് പ്രിയമുള്ളവരെ? അതൊക്കെ ഈ രാജ്യത്തിന് അഭിമാന സ്തംഭങ്ങളാണ്. ഇതൊക്കെ വഖഫ് പ്രോപ്പർട്ടി ആയിട്ടാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. ഞാൻ പറയുന്നത് ഇത്ര വഖഫ് സംവിധാനങ്ങൾ മുസ്ലിം സമുദായത്തിന് പൂർവികർ നൽകിയതാണ്. ഇത് തീർച്ചയായിട്ടും മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ഈ രാജ്യത്ത് ഹിന്ദുക്കൾക്കുണ്ട്, ക്രൈസ്തവർക്കുണ്ട്, ബുദ്ധന്മാർക്കുണ്ട്, ജൈനന്മാർക്കുണ്ട്, പാർസികൾക്കുണ്ട്, എല്ലാ ജനവിഭാഗങ്ങൾക്കും അവരുടെ മതചിഹ്നങ്ങളുണ്ട്, മത ആരാധനാലയങ്ങളുണ്ട്, അവരുടെ സംവിധാനങ്ങൾ, ദേവസ്വം ബോർഡുകളിലെ ബ്രഹ്മസ്വത്തിന് പേരിൽ ദേവസ്വത്തിന് പേരിൽ എത്രയോ സ്ഥലങ്ങളുണ്ട്, എത്രയോ ക്ഷേത്രങ്ങളുണ്ട്. 10 ലക്ഷത്തിലേറെ ക്ഷേത്രങ്ങൾ തന്നെ ഹിന്ദു സമുദായത്തിനുണ്ട്. ഒരുപക്ഷെ ഈ കർണാടകയിലും തമിഴ്നാട്ടിലും അതുപോലുള്ള ആന്ധ്രാപ്രദേശും ഉൾപ്പെടുന്ന 3-4 സ്റ്റേറ്റുകളിൽ മാത്രമുള്ള ക്ഷേത്രങ്ങൾ പ്രിയമുള്ളവരെ ഇന്ത്യയിലെ മുഴുവൻ വഖഫ് സ്വത്തിനേക്കാൾ കൂടുതലാണുള്ളത്. ഞാൻ പറയുന്നത് നമുക്കറിയാമല്ലോ, ഈ തൊട്ടപ്പുറത്തുള്ള തമിഴ്നാട്ടിലെയും ആന്ധ്രയിലുമൊക്കെയുള്ള വലിയ വലിയ ക്ഷേത്രങ്ങളിൽ ഒരു മാസം 3000 കോടി രൂപയാണ് തിരുപ്പതിയിൽ പോലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ വരുന്ന വരുമാനങ്ങൾ, ഈ വരുമാനങ്ങൾ ദേവസ്വമാണ് കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, ശബരിമല ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഗുരുവായൂർ ഉൾപ്പെടെയുള്ള ക്ഷേത്ര മുതലുകൾ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? അതിന് ദേവസ്വം സംവിധാനങ്ങളിലെ ആ ദേവസ്വത്തിൽ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ദേവസ്വം ഭരിക്കുന്നത് ആരാണ്? അതിനുള്ളത് ഹിന്ദുക്കളാണ്. അത് കമ്മ്യൂണിസ്റ്റ്
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെങ്കിലും അത് കോൺഗ്രസ് ആണെങ്കിലും ആര് ഭരിച്ചാലും UDF ഭരിച്ചാലും LDF ഭരിച്ചാലും അത് കൈകാര്യം ചെയ്യാനും അതിന്റെ ഭരണ സംവിധാനങ്ങൾ അതിന്റെ വരവ് ചെലവുകളുടെ കൈകാര്യം ചെയ്യുന്ന അധികാര ബോഡികളിലുള്ളത് യഥാർത്ഥത്തിൽ ഹിന്ദുക്കളാണ്. അത് UDF ആണെങ്കിലും LDF ആണെങ്കിലും ആരാണെങ്കിലും ഹൈന്ദവ മതവിശ്വാസികൾക്കാണ് ദേവസ്വം ബോർഡിൽ അധികാരം നൽകിയിട്ടുള്ളത്. പ്രിയമുള്ള ക്രൈസ്തവ സഹോദരന്മാർക്കറിയാം, അവരുടെ ഒരുപാട് ക്രൈസ്തവ കത്തോലിക്ക സഭ, യാക്കോബായ സഭ, ഒരുപാട് ബപ്റ്റിസ്റ്റ് സഭകൾ, അതുപോലെ തന്നെ മെത്രാൻ കക്ഷി, ബാവക്കക്ഷി ഉൾപ്പെടെയുള്ള ഒരുപാട് കക്ഷികൾ നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾക്കുണ്ട്. അവർക്കില്ല പള്ളികൾ, അവർക്കില്ല സ്കൂളുകൾ, അവർക്കില്ല പ്രോപ്പർട്ടികൾ, അവർക്കില്ല സ്വത്തുവകകൾ. അതാരാണ് കൈകാര്യം ചെയ്യുന്നത്? ക്രൈസ്തവരുടെ പള്ളി ചർച്ചകളിലെ സ്വത്തുവകകൾ കൈകാര്യം ചെയ്യുന്നത് ക്രൈസ്തവ സമൂഹമാണ്. അവിടെ ഏതെങ്കിലും അർത്ഥത്തിൽ ക്രിസ്ത്യാനികളല്ലാത്ത മുസ്ലിങ്ങൾക്കോ ഹിന്ദുക്കൾക്കോ ക്രൈസ്തവ സ്വത്ത് സമ്പാദ്യങ്ങൾ കൈകാര്യം ചെയ്യൽ അനുവാദമോ സ്വാതന്ത്ര്യമോ ഈ രാജ്യത്താളുകൾ കൊടുത്തിട്ടുണ്ടോ? സ്ഥാപനങ്ങളും സംരക്ഷിക്കാനുള്ള അവകാശങ്ങളും അധികാരങ്ങളും നൽകിയിട്ടുണ്ട്. ക്രിസ്ത്യാനികൾക്ക് അവരുടെ ചർച്ചും അതുപോലത്തെ അവരുടെ സ്വത്തുവകളും സംരക്ഷിക്കാനുള്ള അനുവാദവും സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അതുപോലെ ബുദ്ധന്മാർക്കാണെങ്കിലും ജൈനന്മാർക്കാണെങ്കിലും പാർസികൾക്കാണെങ്കിലും എല്ലാ വിഭാഗം ആളുകൾക്കും അവരവരുടെ മതവും അവരവരുടെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളും സംരക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും നൽകിയിട്ടുണ്ട്. പക്ഷേ മുസ്ലിം സമുദായത്തിന് അവരുടെ വഖഫ് സ്വത്തുകൾ സംരക്ഷിക്കാൻ അനുവാദം നൽകുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സ്വത്തുകൾ കയ്യേറുവാൻ നിങ്ങൾക്കറിയാമല്ലോ, ബാബറി മസ്ജിദ് കയ്യേറിയവരാണ് ഇവർ. ബാബറി മസ്ജിദ് കയ്യേറുമ്പോൾ പോലും ഈ രാജ്യത്തിലെ പാർലമെന്റ് കൃത്യമായ നിയമം പാസാക്കി ഇനിയും പക്ഷെ നിങ്ങൾ ആവർത്തിക്കരുത്, നിങ്ങളുടെ ഈ ആക്രമണം, നിങ്ങളെ കയ്യേറ്റം ശരിയല്ല എന്നായിരുന്നു പക്ഷെ കോടതി പോലും പറഞ്ഞത്. കാരണം നിങ്ങളുടെ ന്യായങ്ങൾക്ക്, നിങ്ങളുടെ വാദങ്ങൾക്ക് ഒരു തെളിവുമില്ല, രേഖയുമില്ല. അതുകൊണ്ട് ഒരു ആരാധനാലയ സംരക്ഷണ നിയമം പോലും ഈ രാജ്യത്തിലെ പാർലമെന്റ് നടപ്പിലാക്കി. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടുന്ന കാലയളവുകളിൽ ഈ രാജ്യത്തെ പള്ളികളും ഈ രാജ്യത്തെ ആരാധനാലയങ്ങളും ഏത് സ്റ്റാറ്റസ് കോയിലാണ് നിൽക്കുന്നത് അത് നിലനിർത്തുകയാണ് വേണ്ടത്. ഇത് പുതിയ പള്ളിയിൽ നിങ്ങൾ ആരോപണം ഉന്നയിക്കരുത്, ഒരു പുതിയ പള്ളിയിലേക്ക് നിങ്ങൾ കടന്നു വരരുത് എന്നായിരുന്നു ഈ രാജ്യത്തിലെ പാർലമെന്റ് പോലും പറഞ്ഞത്. പക്ഷേ സംഘപരിവാർ വർഗീയ പരിവാറാണ്. വർഗീയതയല്ലാതെ വേറൊരു അജണ്ടയും അവരുടെ തലയിലില്ല. തല മുതൽ പെരുവിരൽ വരെ വർഗീയത തിന്ന്, വർഗീയത കുടിച്ച്, വർഗീയത ശ്വസിച്ച്, വർഗീയത വയറ്റിൽ നിന്നും വായിൽ നിന്നും വിസർജിച്ച് വിസർജന ചാനലുകളുള്ള ജലവിസർജനത്തിന്റെ വർഗീയത വിസർജന ചാനലുകൾ കൊണ്ടു നടക്കുന്ന സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം വർഗീയതയില്ലെങ്കിൽ, മുസ്ലിം വിരോധമില്ലെങ്കിൽ, മുസ്ലിം ശത്രുതയില്ലെങ്കിൽ അവർക്ക് രാജ്യത്തെ അധികാരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം വിലക്കയറ്റുള്ള ഒരു പരാജയമാണ്. കാർഷിക മേഖല, വ്യവസായിക മേഖല, വാണിജ്യ മേഖല, അധികാര മേഖല, ഭരണമേഖല, എല്ലാ മേഖലകളിലും സമ്പൂർണമായ പരാജയമായ ഈ രാജ്യത്തെ സംഘപരിവാർ ഗവൺമെന്റ് ഈ രാജ്യത്തെ വരും തലമുറ പോലും ഇന്ത്യ രാജ്യം വിട്ടൊഴിഞ്ഞു പോവുകയാണ്. ഈ രാജ്യം ഞങ്ങൾക്ക് വേണ്ട, ഇവിടെ വരും തലമുറകൾ ജീവിക്കാൻ കഴിയില്ല. കാരണം ഈ രാജ്യത്തിന്റെ അന്തരീക്ഷം മലിനമായി, വർഗീയത കൊണ്ട് ഈ രാജ്യത്തെ ആകാശത്തെ എൻഡോസൾഫാൻ വിതറിക്കൊണ്ട്, വർഗീയത കൊണ്ട് ഈ രാജ്യത്തിന്റെ ആകാശവും ഈ രാജ്യത്തിന്റെ ഭൂമിയും ഗംഗയും യമുനയും, ത്രിപുരത്ത് ഗംഗയും യമുനയും ബ്രഹ്മപുത്രയും കാവേരിയും, അങ്ങനെ ഈ രാജ്യത്തെ പുഴകൾ, ഈ രാജ്യത്തിന്റെ നദികൾ, ഈ രാജ്യത്തിന്റെ ആകാശവും ഭൂമിയെല്ലാം വർഗീയത എൻഡോസൾഫാൻ വിതറിക്കൊണ്ട് വർഗീയത സത്യത്താങ്കായി ഈ രാജ്യത്തെ ദുർഗന്ധപൂർണ്ണമാക്കിയതുകൊണ്ട് വരും തലമുറ പോലും ഈ രാജ്യം വിട്ടൊഴിഞ്ഞു പോവുകയാണ്. ഈ രാജ്യത്ത് പൗരത്വം വേണ്ട, ഞങ്ങൾക്ക് ഈ രാജ്യം വേണ്ട എന്ന് പറയുന്ന വിദേശ രാജ്യങ്ങളിലേക്ക്, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, ഗൾഫ് രാജ്യങ്ങളിലേക്ക്, ഇന്ത്യ രാജ്യത്ത് നിന്ന് പോലും ജീവിക്കാൻ കൊള്ളാത്ത ലോകത്തെ ഏറ്റവും വൃത്തികെട്ട നാടായി, ലോകത്തെ ഏറ്റവും വലിയ പൈശാചിക രാജ്യമായി ഈ രാജ്യത്തെ ഇവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, അവരുടെ പുതിയ വർഗീയതയുടെ അടുത്ത ബില്ലുമായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. ആ അർത്ഥത്തിൽ അവർ ഈ രാജ്യത്ത് സാധാരണ അറബ് മുസ്ലിം നാടുകളിലൊക്കെ പെട്രോൾ കുഴിക്കാറുണ്ട്, ഡീസൽ കുഴിച്ചെടുക്കാറുണ്ട്. അതല്ലെങ്കിൽ അതുപോലുള്ള ഒരുപാട് മനുഷ്യന് ഉപകാരമുള്ള ഏതൊക്കെയോ ഇത്തരത്തിലുള്ള വസ്തുവകകൾ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കാറുണ്ട്. പക്ഷേ നമ്മുടെ വർത്തമാനകാല ഇന്ത്യയിൽ RSS ഭരിക്കുന്ന ഇന്ത്യയിൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷയുടെയും ഇന്ത്യയിൽ കുഴിച്ചെടുക്കുന്നത് വർഗീയതയാണ് കുഴിച്ചെടുക്കുന്നത്. വർഗീയതയുടെ വലിയ അർത്ഥത്തിലുള്ള ബിൽഡോസറുമായി വന്നിട്ട് ഇവിടെ ശിവന്റെ ലിംഗമുണ്ട്, അവിടെ പാർവതി കടന്ന സ്ഥലമാണ്, ഇവിടെ ഹനുമാന്റെ വാലുണ്ട്, അവിടെ കൃഷ്ണന്റെ കൈയുണ്ട്. ഇങ്ങനെ ഹനുമാന്റെ വാല് തേടി, ശിവന്റെ ലിംഗം തേടി ഓരോ പള്ളി കാണുമ്പോഴും ഓരോ മദ്രസ കാണുമ്പോഴും മുസ്ലിങ്ങളുടെ വീട് കാണുമ്പോഴും അവിടെ ശിവന്റെ ലിംഗമുണ്ട്, ഇവിടെ പാർവതിയുടെ തലയുണ്ട്, അവിടെ കൃഷ്ണന്റെ വാവുണ്ട്. ഇങ്ങനെ ഓരോ പേര് പറഞ്ഞുകൊണ്ട് വർഗീയതയുടെ ആർക്കിയോളജിക്കൽ സർവേയുമായിട്ട് ബുൾഡോസറുമായിട്ട് RSSന്റെ കിങ്കരന്മാര് ജയ് ശ്രീരാം വിളിച്ചുകൊണ്ട് പള്ളികളിലേക്കും അതുപോലത്തെ മദ്രസകളിലേക്കും മുസ്ലിം സ്വത്തുവകകളിലേക്ക് കടന്നു വന്നുകൊണ്ട് കയ്യേറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഗ്രാൻഡ് ഗാന്ധിയിൽ നമ്മൾ കണ്ടത്, അല്ലെങ്കിൽ സംബാൽ മസ്ജിദിൽ നമ്മൾ കണ്ടത്. ഇനി
താജ്മഹലിലേക്ക് വരാൻ പോവുകയാണ്. എന്ന് മാത്രമല്ല, ഈ പുതിയ വഖഫ് അമെൻമെന്റ് ബില്ല് നടപ്പിലാക്കുന്നതോട് കൂടിയിട്ട് ഒരുപക്ഷെ ഡീഡ് എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ട് പലപ്പോഴും നമ്മുടെ രാജ്യത്തെ നിലവിൽ കാണുന്ന ഇത്ര വഖഫ് സ്വത്തുകൾക്ക് ഒരുപക്ഷെ ഡീഡ് നേർക്കുനേരെ ഉണ്ടായിക്കൊള്ളുന്നില്ല. അത് ഡീഡ് ബൈ യൂസ്, വഖഫ് ബൈ ഓറൽ, പലപ്പോഴും യൂസ് ഉപയോഗിച്ചുകൊണ്ട്, വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വാക്കാലുള്ള നിയമ സംവിധാനങ്ങളിലൂടെ ലഭ്യമായ ഭൂമികളാണ് പല ഈദ്ഗാഹ് മസല്ലകളും, പല ഖബറിസ്ഥാനുകളും, പല പള്ളിക്ക് നൽകിയ സ്ഥലങ്ങളും. അതിലൊക്കെ എവിടെയാണ് രേഖ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഈ ബില്ല് പാസാക്കുന്നതോടുകൂടി 6 മാസത്തിനുള്ളിൽ ഈ പറയുന്ന മുഴുവൻ ഭൂമികളും റീ രജിസ്റ്റർ ചെയ്തവനും റീ വെരിഫിക്കേഷൻ ചെയ്തതൊക്കെയുള്ള നിയമങ്ങളാണ് ഈ ബില്ലിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. ഞാൻ പറയുന്നത്, ഇവർക്ക് ഈ രാജ്യത്ത് ഏത് പള്ളികൾ കണ്ടാലും, അല്ലെങ്കിൽ തന്നെയും ഇവരുടെ മതമിളകിയ മതം, ഈ അടുത്ത കാലഘട്ടങ്ങളിൽ സംഘപരിവാറിന്റെ മതമിളകിയ മതം ആചാരങ്ങളുമായി കടന്നു വരുമ്പോൾ നിങ്ങളുടെ പള്ളികൾ ടാർപോളിലിട്ട് മൂടി വെക്കണമെന്നാണ് പറയുന്നത്. പള്ളി കാണുമ്പോൾ ഞങ്ങൾക്ക് ഹാനളകും, വർഗീയതയുടെ ചാണകം മറ്റുള്ളവരുടെ മുഖത്തൊക്കെ വാരിയെറിയുന്ന അത്തരത്തെ വർഗീയ ആഘോഷങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ലാഭങ്ങൾ ഉണ്ടാക്കണം, അവർക്ക് കൊലപാതകങ്ങൾ നടത്തണം, അവർക്ക് മനുഷ്യരെ തല്ലിക്കൊല്ലണം. അങ്ങനെ ഈ രാജ്യത്തെ ഭ്രാന്താലയം ഒരു കാലഘട്ടത്തിൽ സംഘപരിവാറിന്റെ പ്രത്യയശാസ്ത്രം ഈ രാജ്യം ഭരിച്ചിരുന്ന ഒരു രാജ്യത്തെക്കുറിച്ചാണ്, കേരളത്തെക്കുറിച്ചാണ് ഭ്രാന്താലയമെന്ന് സാക്ഷാത് സ്വാമി വിവേകാനന്ദൻ വിളിച്ചത്. ഈ രാജ്യത്തിന് സമ്പൂർണ്ണ ഭ്രാന്താലയമാക്കി ഈ സംഘപരിവാർ മാറ്റാൻ പോവുകയാണ്. അതുകൊണ്ട് ഇവരെ പിടിച്ചു കെട്ടേണ്ടതുണ്ട്, ഇവരെ ഏതർത്ഥത്തിൽ പ്രതിരോധിക്കേണ്ടതുണ്ട്. ആ പ്രതിരോധമാണ് യഥാർത്ഥത്തിൽ SIOവിനെ പോലുള്ള സോൾഡാറ്റിയെ പോലുള്ള പ്രസ്ഥാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ പ്രതിരോധമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രാജ്യമൊട്ടാകെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ കോഴിക്കോട് എയർപോർട്ടിൽ SIOവിന്റെയും സോളിഡാരിറ്റി പ്രവർത്തകർ വലിയൊരു ഐതിഹാസികമായ സമരത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. നേരത്തെ പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട ഈ രാജ്യങ്ങളുടെ സമരം തുടങ്ങിയത് ആരാണെന്നറിയുമോ? നിങ്ങളാണ്. വലിയ വലിയ മൗലാനമാരമല്ല, വലിയ വലിയ ശൈഖുനമാരല്ല, വലിയ വലിയ മതസംഘടനകളല്ല, മറിച്ച് SIOവിന്റെ അതുപോലെ സോളിഡാരിറ്റിയുടെ വിപ്ലവ യൗവനങ്ങളായ കുട്ടികൾ, ജാമിയ മില്ലയിൽ പഠിക്കാൻ പോയ, അതുപോലെ അലിഗഡ് യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോയ കുട്ടികളാണ്. പ്രിയമുള്ളവരെ, RSSന്റെ ഗുണ്ടാക്രമണ പോലീസിന്റെ മുഖത്ത് വിളിച്ചുകൊണ്ട് പെൺകുട്ടിയെ നിങ്ങൾക്കറിയുമോ? ആയിഷ റന്നയെ നിങ്ങൾക്കറിയുമോ? ഷഹീൻ അബ്ദുള്ളയെ നിങ്ങൾക്കറിയുമോ? അതുപോലെ ഫാത്തിമ നബീയെ നിങ്ങൾക്കറിയുമോ? അഥവാ RSSന്റെ പോലീസിന്റെ ഗുണ്ടകളുടെ ക്രിമിനലുകളുടെ മുഖത്ത് നോക്കി വിളിച്ചുകൊണ്ട് പെൺകുട്ടികൾ അത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥിനികളായിരുന്നു. ആ വിരൽച്ചൂണ്ടിൽ നിന്നാണ് ഈ രാജ്യം മുഴുവൻ ആളിക്കത്തിയ വലിയ പൗരത്വ പ്രക്ഷോഭം നടങ്ങിയത്. അതേ ഇത്തരത്തിലുള്ള വിപ്ലവ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ തുടക്കം കുറിച്ച് ഇത്തരം സമരങ്ങളാണ് ഈ രാജ്യത്ത് വലിയ മുന്നേറ്റങ്ങൾക്ക് കാരണമായത്. അതുകൊണ്ട് ഇന്നലെ കോഴിക്കോട് എയർപോർട്ട് ഉപരോധിച്ചുകൊണ്ട്, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കാൻ, യാത്രക്കാർക്ക് പ്രയാസമുണ്ടാക്കിക്കൊണ്ടല്ല, പക്ഷേ ഈ രാജ്യം കുലുങ്ങേണ്ടതുണ്ട്, ഈ രാജ്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഈ രാജ്യം ഞെട്ടേണ്ടതുണ്ട്. ഈ രാജ്യത്തിന്റെ പൊതു ഇടങ്ങൾ, അധികാര കേന്ദ്രങ്ങൾ, ഗവൺമെന്റ് അധികാര കേന്ദ്രങ്ങൾ, റെയിൽവേ സംവിധാനങ്ങൾ, BSNL സംവിധാനങ്ങൾ, അതുപോലെ പോസ്റ്റ് ഓഫീസ് സംവിധാനങ്ങൾ, അഥവാ കേന്ദ്ര ഗവൺമെന്റ് നിയന്ത്രിക്കുന്ന അധികാര സ്ഥാപനങ്ങളിൽ സമര തെരുവുകൾ സൃഷ്ടിച്ചുകൊണ്ട്, സമര പ്രക്ഷോഭങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട്, അത് പാർലമെന്റ് അവർ കൈവൊതുക്കിയിരിക്കുന്നു, രാജ്യസഭകൾ കൈവൊതുക്കിയിരിക്കുന്നു, കോടതികളെ പോലെ അവർ കഞ്ചാവ് കോടതികളായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ജനങ്ങൾക്ക് തെരുവ് മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തെരുവുകളിലേക്ക് ഇറങ്ങണം, വലിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും നയിക്കണം. അങ്ങനെ പുതിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും നയിക്കുവാനുള്ള ശ്രമത്തിലാണ് യഥാർത്ഥ ഈ രാജ്യത്തെ മുസ്ലിം സംഘടനകൾ, ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുള്ളത്. പക്ഷെ നമുക്ക് വലിയ സങ്കടമുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റുകൾ വലിയ ഫാസിസ്റ്റ് വിരോധികളാണ്. പലപ്പോഴും സാമ്രാജ്യത്വ വിരോധത്തിന്റെയും സിയോണിസ വിരോധത്തിന്റെയും ഫാസിസ വിരോധത്തിന്റെയും ചാമ്പ്യൻ പട്ടമളയാൻ ശ്രമിക്കുന്നവരാണ് നമ്മുടെയൊക്കെ നാട്ടിലെ ഇടതുപക്ഷക്കാര്, കമ്മ്യൂണിസ്റ്റുകാര്. കഴിഞ്ഞ ആഴ്ചകളിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അഖിലേന്ത്യാ കോൺഗ്രസ് ചേരുമ്പോൾ കഫിയെ പൊതിച്ചുകൊണ്ട് ഫലസ്തീനിന് വേണ്ടിയിട്ട് ഫലസ്തീനിൽ പിന്തുണ പ്രഖ്യാപിച്ചവരാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർ. പക്ഷേ കേരളത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാക്ഷാൽ പിണറായി വിജയൻ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇരട്ട ചെങ്ങലല്ല, ഇരട്ട കാപ്പറ്റം, ഇരട്ട മുഖമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പകൽ കമ്മ്യൂണിസ്റ്റും രാത്രി സംഘപരിവാറുമാകുന്ന, പകൽ സമയങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ വിപ്ലവ കൊടിയും, രാത്രിയാകുമ്പോൾ അത് കാവിക്കളവുമാകുന്ന ഇരട്ടച്ചങ്ങലല്ല, ഓട്ടച്ചങ്ങൻ, കാപ്പറ്റത്തിലെ ഓട്ടച്ചങ്ങനായി മാറുകയും ഈ രാജ്യത്തെ സംഘപരിവാറിന് അനുകൂലമായി ഈ രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പ് സംവിധാനത്തെ, പോലീസ് സംവിധാനത്തെ വിട്ടുകൊടുത്തിരിക്കുകയാണ് സാക്ഷാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകമെന്ന് പറഞ്ഞതിൽ നമുക്ക് വലിയ സങ്കടമുണ്ട്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം പൗരത്വ സമരത്തിന് വലിയ പിന്തുണ നൽകുകയും പൗരത്വ സമര ഭേദഗതി പൗരത്വ സമരം നടത്തിയ ആളുകൾക്കെതിരെ കേസുകൾ ചമയ്ക്കുകയും ചെയ്ത കാപ്പറ്റ്യമാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഇത്തരത്തിലൊരു സമരം കോഴിക്കോട് എയർപോർട്ടിൽ നടത്തിയപ്പോൾ അതിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനത്തെ, അതിന് നേതൃത്വങ്ങളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങോട്ട് പോകുന്ന ബസ്സുകൾ പിടിച്ചെടുക്കുമെന്ന് തുട്ടൂരമിറക്കിയിരിക്കുകയാണ് ഇവിടുത്തെ
സഖാക്കള് ഒരുമിച്ച് കൂടിയ സംയുക്ത മുന്നണി എന്ന് പറഞ്ഞതിൽ നമുക്ക് സങ്കടമുണ്ട്, നമുക്ക് വേദനമുണ്ട്. സഖാക്കളെ, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ബംഗാൾ നിങ്ങൾക്കറിയില്ലേ, 10-35 വർഷക്കാലം ഭരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ന് ബംഗാളിൽ വേരുകളില്ല. ഇന്ന് ബംഗാളിൽ 1ാം സ്ഥാനമില്ല, 2ാം സ്ഥാനമില്ല, 3ാം സ്ഥാനമില്ല, 4ാം സ്ഥാനമാണ് ബംഗാളിലുള്ളത്. എന്തുകൊണ്ടാണ് 40% കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് കിട്ടിയ ബംഗാളിൽ ഇപ്പോൾ 5% വോട്ടുകളേ ഉള്ളൂ? എന്തുകൊണ്ട് എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കോതമംഗലത്തെ പോലെ നിങ്ങൾ കണ്ടില്ല വാർത്തകൾ. 75 വയസ്സായ ഒരു മുസ്ലിം, ഒരു തെറ്റിയുറ്റ് അതിൽ താടി വെച്ച് ഒരു മുസ്ലിം ഹാജിയാരെ 70 വയസ്സ് 80 വയസ്സായ 13 വയസ്സുകാരിയായ ഒരു കുട്ടിയെ കല്യാണം കഴിക്കുന്ന ശൈശവ വിവാഹത്തിന്റെ ചിത്രം ഈ നെല്ലിക്കുഴിയുടെ മണ്ണിൽ നിന്നാണ് പോകുന്നത്. പ്രിയമുള്ളവരെ, ഇത്ര കാർട്ടൂണുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആരെ കാണിക്കാനാണ്? നിങ്ങൾ ആരെ പഠിപ്പിക്കാനാണ്? കമ്മ്യൂണിസ്റ്റ് സഖാക്കളെ, നിങ്ങൾ എവിടെയാണ് ജീവിക്കുന്നത്? നിങ്ങൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? പ്രിയമുള്ള കമ്മ്യൂണിസ്റ്റുകാരെ, നെല്ലിക്കുഴിയുടെ കമ്മ്യൂണിസ്റ്റുകാരെ, നിങ്ങളോട് ഞങ്ങൾ ചോദിക്കുന്നു, അങ്ങനെ ഏർപ്പാട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ നെല്ലിക്കുഴിയുടെ മണ്ണില്, ഈ പ്രദേശ മണ്ണിൽ ഏത് 80 വയസ്സായ ഹാജിയാണ് 13 വയസ്സിലെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുന്നത് ഒരു കാലഘട്ടത്തിലെ മുസ്ലിം സമുദായത്തെ ആക്ഷേപിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരുതരം കൃത്രിമമായ കാർട്ടൂണുകൾ ഇന്നും കൊണ്ടുവരികയാണ് കമ്മ്യൂണിസ്റ്റുകൾ. നാണമില്ല നിങ്ങൾക്ക്? മതേതരത്തിന്റെ അണ്ടർവെയർ പുറത്തിട്ട് നടക്കുന്ന ഇത്തരത്തിലുള്ള മതേതര അഭിനയം ആളുകളുടെ മുമ്പിൽ പരിഹാസ്യമാകുമെന്ന് ചിന്തിക്കാനെങ്കിലും നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. ഇസ്ലാമിക സമൂഹം നേടിയെടുത്ത പുരോഗതിയെക്കുറിച്ച്, മുസ്ലിം സമൂഹം നേടിയെടുത്ത വിപ്ലവകരമായ പുരോഗതിയെക്കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ? മുസ്ലിങ്ങൾ നിങ്ങൾ വിചാരിക്കണമായി ആമിനത്താത്തമാരുടെ കാലയളവിൽ ജീവിക്കുന്നവരല്ല. അവർക്ക് വിദ്യാഭ്യാസമുണ്ട്, അവർക്ക് സംസ്കാരമുണ്ട്, അവർക്ക് ബുദ്ധിയുണ്ട്. മുസ്ലിം പെണ്ണുങ്ങൾ വരെ പർദ്ദ ധരിച്ച പെൺകുട്ടികൾ നിങ്ങൾ വിചാരിക്കണമായി മലപ്പുറത്തെ സമ്മേളനത്തിൽ നിങ്ങളുടെ സഖാക്കൾ പ്രസംഗിച്ചുള്ളൂ. മുസ്ലിം പെൺകുട്ടികളെ തട്ടമിട്ടാത്ത, തലമറയ്ക്കാത്ത ഒരു സമുദായത്തിലെ പെണ്ണുങ്ങളെ സൃഷ്ടിച്ചുവെന്ന് നിങ്ങൾ പറഞ്ഞ നവോത്ഥാനത്തിൽ ഇനി മുസ്ലിം സമൂഹമില്ല. മുസ്ലിം സമുദായം വളർന്നുപോയി, വിദ്യാഭ്യാസം നേടി, അവർ ഉയർന്നുപോയി. അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിൽ സംഘപരിവാർ പ്രചരിപ്പിക്കുന്ന ഇസ്ലാമോഫോബിയ ഈ നമ്മുടെ നാടിന്റെ മണ്ണിൽ പോലും അവതരിപ്പിക്കാൻ നാണമില്ലേ എന്നാണ് എനിക്ക് സഖാക്കളോട് ചോദിക്കാനുള്ളത്. പ്രിയമുള്ള സഹോദരന്മാരെ, ഈ സമരത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. വലിയൊരു പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പുതിയ സ്വാതന്ത്ര്യ സമരത്തിന്റെ അലയുറികളാണ് ഈ രാജ്യത്തൊട്ടാകെ നടക്കേണ്ടത്. അതിലെല്ലാ വിഭാഗ ജനങ്ങളും ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ പാർലമെന്റില്, ഇന്ത്യയുടെ രാജ്യസഭയില് തീർച്ചയായിട്ടും ജോൺ ബ്രിട്ടാസിനെ പോലുള്ള ആളുകളുടെ പെർഫോമൻസിനെ ഞങ്ങൾ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ പാർലമെന്റിൽ കോൺഗ്രസിന്റെ എംപിമാര്, അതുപോലെ തന്നെ CPM എംപിമാര്, അതുപോലെ തന്നെ ഈ രാജ്യത്തെ എല്ലാ വിഭാഗം മതേതര വിഭാഗങ്ങളും ഒരുമിച്ച് നിന്ന് സംഘപരിവാറിനെതിരെ ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകി. അതുപോലെ ഒരു പുതിയ സമരത്തിന് രാജ്യത്തൊട്ടാകെ സമര നേതൃത്വം നൽകേണ്ടതുണ്ട്. അത് ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. രാജ്യത്തൊട്ടാകെ സമരങ്ങൾ ഉയരേണ്ടതുണ്ട്. അത് കേരളത്തിലെ മണ്ണിൽ ഉയരണം, ഡൽഹിയിലെ മണ്ണിൽ ഉയരണം, ജന്തർ മന്ദറിലെ മണ്ണിൽ ഉയരണം. എല്ലായിടങ്ങളിലും ഇത്ര സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ ശക്തിപ്പെട്ടു വരേണ്ടതുണ്ട്. അതിനുള്ള ആഹ്വാനമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമരങ്ങൾ കൂടുതൽ നിൽക്കാൻ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. സമരം നടത്തേണ്ടത് ഞങ്ങളാണ് വിപ്ലവകാരികൾ, ഞങ്ങളാണ് സമരം നടത്തേണ്ടത്. അതുകൊണ്ട് സമരത്തിന്റെ പേറ്റന്റ് ഞങ്ങൾക്കുള്ളതാണ് എന്ന അഹങ്കാരത്തിന്റെ ജന്മിത്വത്തിന്റെ, പാർട്ടി ജന്മിത്വത്തിന്റെ അഹങ്കാരമൊന്നും വരും തലമുറകൾ നടപ്പിലാകുന്ന കാര്യമല്ല. അതുകൊണ്ട് മുസ്ലിം സമുദായത്തിന്, ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്ക് ബ്രിട്ടീഷുകാരുടെ സമരം ചെയ്തവരാണ് ഞങ്ങൾ. പറങ്കികൾ സമരം ചെയ്തവർ ആരാണ്? പറങ്കികൾ സമരം ചെയ്തത് ആരാണ്? ബ്രിട്ടീഷുകാരുടെ സമരം ചെയ്തത് ആരാണ്? ഈ രാജ്യത്തൊരു സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ മുന്നണിയിൽ നിന്നത് 2025 1920കളിൽ ഈ കേരളത്തിന്റെ മണ്ണിൽ പോലും ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകുന്നത് മലബാറിന്റെ മണ്ണിലാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഫത്തേപൂർ സിക്രിയിലാണ്, അവധിയിലാണ്, ഹൈദരാബാദിലാണ്, മൈസൂരിലാണ്, ടിപ്പു സുൽത്താനാണ്. അതുകൊണ്ട് മുസ്ലിം സമുദായത്തിന് ബ്രിട്ടീഷുകാരുടെ സമരം ചെയ്ത പാരമ്പര്യമുണ്ട്. അതുപോലെ ലോകത്തെമ്പാടും സാമ്രാജ്യത്വത്തോട് സമരം ചെയ്ത പാരമ്പര്യമുണ്ട്. അതുകൊണ്ട് സമരം ചെയ്യാനും പൊരുതുവാനുമുള്ള ശക്തിയും കരുത്തുമുള്ള ഒരു സംഘമാണ് ഇസ്ലാമിക സമൂഹമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എനിക്ക് അവസാനിപ്പിച്ചുകൊണ്ട് പറയുവാനുള്ളത്, ഈ പുതിയ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ എല്ലാ വിഭാഗ ജനങ്ങളും, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ക്രൈസ്തവരും ദളിത് വിഭാഗങ്ങളും ഉൾപ്പെടെയുള്ള മുഴുവൻ ജനവിഭാഗങ്ങളും ഒരുമിച്ച് അണിചേർന്നതുകൊണ്ട് ഒരു വലിയ സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ട ഭൂമിയിലേക്ക് കടന്നു വരേണ്ട സന്ദർഭമാണ്. ആ സമര മുന്നണിയിൽ എല്ലാവരും ഉണ്ടാകണം. ആ സമരത്തെ ഒത്തുകൊടുക്കാൻ ഒരുപക്ഷെ കേരളത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നലെ കോഴിക്കോട് എയർപോർട്ടിൽ SUവിന്റെ സോൾനാറ്റിയുടെ പ്രവർത്തകർ എയർപോർട്ട് സമരം എല്ലാവരും ചെയ്തിട്ടുണ്ട്. എയർപോർട്ടിൽ പലരും സമരം ചെയ്തിട്ടുണ്ട്.
രാജ്ഭവൻ സമരം ചെയ്തിട്ടുണ്ട്, പോസ്റ്റ് ഓഫീസ് സമരം ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള ഒരുപാട് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പോലും നിങ്ങൾക്കറിയാം ഒരുപാട് സമരം ചെയ്തിട്ട് രാജ്യത്ത് സ്വാതന്ത്ര്യ സമരം നേടിയത്. അതുകൊണ്ട് ആ സമരത്തിൽ ഒരുപക്ഷെ അല്പം അക്രമോത്സുകമായി പോലും സമരം ചെയ്തിട്ടുണ്ട്. എത്ര ബോംബുകൾ പൊട്ടിച്ചെന്നറിയോ, എത്ര റെയിൽവേ പാലങ്ങൾ പൊളിച്ചിട്ടുണ്ടെന്നറിയോ, എത്ര പോസ്റ്റ് ഓഫീസ് തകർത്തിട്ടുണ്ടെന്നറിയോ. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് രാജ്യം സ്വാതന്ത്ര്യ സമരം നേടിയത്. അതുപോലെ അന്ന് ബ്രിട്ടീഷുകാർക്കെതിരാണെങ്കിൽ ഇപ്പോൾ ബ്രിട്ടീഷുകാരെ പാദസേവ, ബ്രിട്ടീഷുകാർ കാലുനക്കിയ ഷൂനക്കികളായ സംഘപരിവാരത്തിൽ ഒരു സ്വാതന്ത്ര്യ സമരം, ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭൂമിയിലേക്ക് നമ്മളെല്ലാവരും കടന്നു വരണം. അത് ഈ രാജ്യം ഉണരണമെങ്കിൽ, രാജ്യത്തെ ജനങ്ങൾ ശ്രദ്ധിക്കണമെങ്കിൽ വലിയ സ്വാതന്ത്ര്യ സമരങ്ങൾ നടത്തണം. ആ പോരാട്ടങ്ങൾക്കാണ് എസ്ഐയും സോൾഡാറ്റും നേതൃത്വം നൽകുന്നത്. ആ സമര പോരാട്ടങ്ങളിൽ നിങ്ങളെല്ലാവരും പങ്കാളികളാകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.